പ്രിയരെ, ഇപ്പോൾ സമയം 6:30, കൃത്യം 1 മണിക്കൂർ മുമ്പ്, അതായത് 5:29 കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ഒരു അപകടത്തിൻ്റെ വാർത്തയിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. മഴ വരുന്ന ലക്ഷണത്തിന് തൊട്ടു മുമ്പായി ഒരു ചെറിയ കാറ്റടിച്ചതേയുള്ളൂ. ഒരു വലിയ ദുരന്തം അകന്നുപോയി എന്ന ആശ്വാസത്തിലാണ് ഞാൻ ഉൾപ്പെടെയുള്ള കാസർഗോട്ടെ പൊതുജനം. അതായത് കാസർഗോഡ് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ബിൽഡിങ്ങിന് മുകളിൽ ഒരു കൂറ്റൻ ബോർഡ് സ്ഥാപിച്ചിരുന്നു. പടുകൂറ്റൻ ബോർഡ് എന്ന് വേണം പറയാൻ. ആ ബോർഡ് ഈ കാറ്റിൽ ഇടിഞ്ഞു തകർന്നു. തൊട്ടു മുമ്പ് നൂറുകണക്കിന് പൊതുജനങ്ങളാണ് സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. ഏതാണ്ട് മഴയുടെ ലക്ഷണങ്ങൾ ഉണ്ടായതുകൊണ്ട് മുഴുവൻ പേരും അകന്നു നിന്ന ആ സമയത്താണ് ഈ അപകടം നടന്നത്. നൂലിഴയ്ക്കാണ് പൊതുജനങ്ങൾ എല്ലാവരും രക്ഷപ്പെട്ടത്. ചിലർ ആ ബോർഡിൻ്റെ പരിസരത്തുകൂടെ തകർന്നു വീഴുമ്പോൾ ഓടി രക്ഷപ്പെട്ടു കഴിഞ്ഞു. നിരവധി ഓട്ടോറിക്ഷകൾ അവിടെ നിർത്തി ആളുകളെ ഇറക്കുന്ന സമയവും അല്ലാതായതുകൊണ്ട് നമുക്ക് ആ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന് വലിയ ഒരു സമാധാനമുള്ളത്. ആരാണ് ഈ ദുരന്തത്തിന് ഉത്തരവാദി എന്ന് പൊതുജനം ചോദിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ദീപസ്തംഭം മഹാശ്ചര്യം. ഏതൊരാളുടെ തലമണ്ടയ്ക്ക് ബോർഡ് വീണ് തകർന്ന് മരിച്ചാലും അല്ലെങ്കിൽ വാഹനങ്ങൾ തകർന്നാലും നമുക്ക് പണം കിട്ടിയാൽ മതി എന്ന നഗരസഭ അധികൃതരുടെ നിരുത്തരവാദിത്വപരമായ സമീപനമാണ് ഈ ദുരന്തത്തിന് ഉത്തരവാദി. അതല്ലെങ്കിൽ ഈ പഴയ മുനിസിപ്പൽ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഇത്രയും വലിയ ഒരു ബോർഡ് എങ്ങനെ സ്ഥാപിക്കും? ഒരു ചെറിയ കാറ്റടിച്ചതേ ഉള്ളൂ. ആ കാറ്റിനാണ് ഈ വൻ പരസ്യ ബോർഡ് തകർന്ന് താഴേക്ക് നിലംപതിച്ചത്. ഇതിന് കാസർഗോട്ടെ പൊതുജനങ്ങളോട് ഇവിടുത്തെ നഗരസഭ അധികൃതർ ഉത്തരം പറഞ്ഞേ മതിയാവും. ഇന്നൊരു പക്ഷെ നൂറുകണക്കിന് പേരോ അല്ലെങ്കിൽ ഒരു ജീവന പോലും നഷ്ടപ്പെട്ടു പോയിരുന്നെങ്കിൽ ഇവർ സമാധാനം പറയുമോ? പൈസ കിട്ടിയാൽ മതിയോ നഗരസഭക്ക്? മുമ്പ് ഒരു വർഷത്തിലൊരിക്കലായിരുന്നു ബോർഡ് മാറ്റിയിരുന്നത്. ഇപ്പോൾ 6 മാസത്തേക്ക് ബോർഡിൻ്റെ പരസ്യഫലകം നീക്കം ചെയ്ത് മറ്റൊരു ബോർഡ് സ്ഥാപിക്കുന്ന പണിയിൽ ഏർപ്പെട്ടു എന്നാണ് നൂറുകണക്കിന് ആൾക്കാർ ഇന്ന് എന്നോട് സംസാരിച്ചത്. ഒരു 4 വർഷം മുമ്പ് അണങ്കൂരു ഇതേപോലുള്ള മറ്റൊരു സംഭവം നടന്നിരുന്നു. അങ്ങനെ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്താണ് ചെയ്യുന്നത് നഗരസഭ അധികൃതർ? ഇതിന് സമാധാനം പറഞ്ഞു. നിങ്ങൾ ഈ ദൃശ്യത്തിലേക്ക് വന്നോളൂ. ഈ കാഴ്ചകളെല്ലാം കണ്ടല്ലോ എല്ലാവരും. തൊട്ടടുത്ത് മംഗലാപുരത്തേക്ക് പോകുന്ന നമ്മുടെ മെയിൻ ഹൈവേ ആണ്. ആ ഹൈവേയിൽ തന്നെ ഇപ്പോൾ റോഡ് നവീകരണത്തിൻ്റെ ഭാഗമായുള്ള വലിയ ബ്രിഡ്ജ്, ഒരുപക്ഷെ ഈ ആദ്യത്തെ റീച്ചിൽ നടക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും വലിയ ബ്രിഡ്ജാണ് ഈ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്തൂടെ കടന്നു പോകുന്നത്. ആ ബ്രിഡ്ജിൻ്റെ പണിയും നടക്കുകയാണ്. അങ്ങനെ ഏറ്റവും വലിയ ഒരു ദുരന്തം ഒഴിഞ്ഞതിൽ നമുക്ക് ആശ്വസിക്കാം. പക്ഷേ ഈ ആശ്വാസം എന്നത് നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും ഒരു പ്രതിഷേധത്തിൻ്റെ കനൽ ജ്വലിപ്പിച്ചായിരിക്കണം. നഗരസഭ അധികൃതർ ഇവിടുത്തെ ഓരോ മനുഷ്യരോടും ഇതിന് സമാധാനം പറഞ്ഞേ മതിയാവും. ഇനിയും ഇത്തരം കൂറ്റൻ പരസ്യ ബോർഡുകൾ ഒരിക്കലും നൂറുകണക്കിന് ആളുകൾ ഇടപെടുന്ന ഒരു പ്രദേശത്തും സ്ഥാപിക്കരുത്. അതിന് ജനങ്ങൾ ഉണരണം. ജനങ്ങളുടെ ഉത്തരവാദിത്വമുള്ള അധികൃതരും ഉണരണം. ആരാണ് മുൻപന്തിയിൽ നിൽക്കുക? നമുക്കെല്ലാവർക്കും നഗരസഭ അധികൃതരുടെ കണ്ണ് തുറപ്പിക്കേണ്ടത്. ഇത് ജീവന്റെ വിലയാണ്, ഒരു കുടുംബത്തിന്റെ വിലയാണ്. സുതാര്യതയും ദൃഢതയും നേരുമുള്ള വാർത്തകളുമായി ന്യൂസ് റൈസ് ഇന്ത്യ ഓണം മുതൽ നിങ്ങളിലേക്ക്. നേരിന് ന്യൂസ് റൈസ് ഇന്ത്യ. മറക്കരുത്, നേരിന് ന്യൂസ് റൈസ് ഇന്ത്യ.